ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്യാപ്ഷൻ ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിനെ പറ്റിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഷോപ്പിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഓപ്പൺ ചെയ്ത വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഓപ്പണിങ്ങിൻ്റെ വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട്. നമ്മുടെ ഷോപ്പ് വരുന്നത് തടിയൂർ NS സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാത്തരം ബാറ്ററികളും ഉണ്ടാവും. ഇൻവേർട്ടർ, അതുപോലെ തന്നെ നമ്മുടെ 4 വീലറിൻ്റെ 2 വീലറിൻ്റെ എല്ലാത്തരം ബാറ്ററികളും ഉണ്ട് കേട്ടോ. നമ്മൾ സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിലോപ്പനെ കൊണ്ടുപോയി നമ്മൾ ഇടയ്ക്ക് അവിടെ ഒന്ന് കളിപ്പിക്കാറൊക്കെ ഉണ്ട്. അവിടെ സർവീസിൻ്റെ ഏരിയ അല്ല, നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടൊക്കെ അവനെ ഇട്ടുന്ന് കളിപ്പിക്കാറുണ്ട്. പിന്നെ ഈ ഒരു അവന് ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്ന ആ ഒരു ചെയർ ഉണ്ടല്ലോ, അത് അച്ഛൻ്റെ ഫ്രണ്ട് അവന് ഓർഡർ ചെയ്ത് കൊടുത്താണ് കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ സാധനമാണ് കേട്ടോ. അവന് എന്തെങ്കിലും ഒക്കെ അവിടെ ഇരുന്ന് കളിക്കാനായിട്ട് കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് കളിച്ച് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊരിത്തിരി യൂസ്ഫുൾ ആയിട്ടോ. ഞാൻ ഇതിൻ്റെ ഫുൾ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. ഇതിൻ്റെ വേണമെങ്കിൽ ലിങ്കും വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് വാങ്ങിക്കും കേട്ടോ. നല്ല യൂസ്ഫുൾ സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അധികം നേരമൊന്നും ഇതിരിക്കില്ല, എന്നാലും മാക്സിമം അവന് ഫുഡ് ഇതിലിരുന്ന് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അവന് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എറണാകുളത്ത് പോയാണ് നമ്മൾ ഷോപ്പിലേക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുക്കാറ് കേട്ടോ. അപ്പം അവിടത്തേക്കുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുപോലെ കാർ അക്സസറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. കാർ അക്സസറീസ്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മേടിക്കുന്നത് എറണാകുളത്ത് പോയാണ്. പിന്നെ ബാറ്ററിയൊക്കെ നമ്മളിവിടെ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ തിരുവല്ലയിൽ തന്നെയാണ് ബാറ്ററികളും എടുക്കാറ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് അക്സസറി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാനൊന്ന് ചുമ്മാ കാണിച്ചതല്ലോ കേട്ടോ. ഇതുപോലെ തന്നെ ഇതിൻ്റെ പെർഫ്യൂം കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് റെയിലൊപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കഥ ഞാൻ ഇതിനിടയ്ക്കായിട്ട് പറയാം കേട്ടോ. അതിന് മുന്നേ അവൻ്റെ സ്ലീപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ട് ഈ ഒരു കഥ പറയണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഞാൻ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവനെ ഹോസ്പിറ്റലിൽ എന്താണ് കൊണ്ടുപോയതെന്ന് ഞാൻ പറയാം. ഇവന് കൗണ്ട് കൂടിയിട്ട് നമ്മൾ ചെറിയൊരു പനി പോലെ വന്നു, ചൂട് വന്നു. പനി കുറഞ്ഞതിന് ശേഷം അവന് ചൂട് കുരു പൊങ്ങി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇൻഫെക്ഷൻ നല്ലപോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സാധനം ഇവിടെ ഈയിടെ മേടിച്ചാണ് കേട്ടോ. നമ്മൾ ബാത്ത് അവന് ഇപ്പം നിലത്ത് കുളിപ്പിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓടി നടക്കും, എഴുന്നേഴ് നടക്കുന്നു, അതുപോലെ പിടിച്ചെണ്ണിക്കാൻ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് കുളിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു സംഭവം മേടിച്ചു. പക്ഷെ നല്ല നൈസായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ലതാണ്, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. പിന്നെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്താണ് ഈ ഒരു സാധനം നമ്മൾ ഡെലിവേർഡ് ആയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതിനുശേഷം പിന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പിന്നെയും അവനെ കൊണ്ടുകൊണ്ട് വന്നു കേട്ടോ. ഡിസ്ചാർജ് ആയിട്ട് നേരെ പിന്നെ നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ടും കൂടെ അവനെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെയും അവനെ അഡ്മിറ്റാക്കി. കൗണ്ട് അന്നേരവും കൂടുതലായിരുന്നു അവന്. എന്തുകൊണ്ട് ഈ പനി ഉണ്ടായി എന്നുള്ളതും എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഫേസ് ടു ഫേസ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലായിരുന്ന ടൈമിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഹോസ്പിറ്റലായിരുന്ന ടൈമിൽ അവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡ് ഏരിയകളും ഒക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഷോപ്പൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഷോപ്പ് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് ഇനി എടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതിങ്ങനെയൊക്കെയാണ് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വല്ലതായിരിക്കും. പക്ഷേ അല്ല, ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫുഡ് ഏരിയ ആണ്. ഒരു റെസ്റ്റോറൻറ്റ് പോലെ തന്നെ തോന്നി കേട്ടോ. ഞാൻ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറയുന്നത്
നമ്മുടെ ഫ്ലെക്സിൻ്റെ നീം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ. എൻ്റെ തലയിൽ നല്ലപോലെ താരനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വാങ്ങിയൊരു ഷാമ്പു ആണിത്. എൻ്റെ ബ്രദർ യൂസ് ചെയ്തിട്ട് അവന് 2-3 ദിവസം കൊണ്ട് തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല കുറവുണ്ടായിരുന്നു ഡാൻഡ്രഫ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിവ്യൂ പറയാം കേട്ടോ. ജെന്യുവനായിട്ട് നല്ലൊരു റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഒരു മാസം ഒന്ന് യൂസ് ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.